അവനും ബീറ്റർ ഒന്നും ആവശ്യമില്ല. നമുക്കിന്ന് മിക്സിയും കുക്കറും വെച്ച് ഒരു കോഫി കേക്ക് ഉണ്ടാക്കിയല്ലോ. ആദ്യം ഒരു മിക്സി അങ്ങോട്ട് എടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് ഷുഗർ, പിന്നെ 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ. ഇവിടെ ഞാൻ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ഒഴിച്ചിട്ടൊരു 30 സെക്കൻഡ്സ് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ഫ്ലേവറായ കോഫി പൗഡർ ഒരു 1 ടേബിൾ സ്പൂൺ ഇടാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ്സ് കൂടെ ബ്ലെൻഡ് ചെയ്യാം. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, 1 കപ്പ് മൈദ, അത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഒരു 3-4 ടൈംസ് ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ തട്ടിക്കൂട്ട് അവൻ സെറ്റപ്പായ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. വെയിറ്റ് ഇടാതെ തന്നെ മൂടി കൊണ്ട് അടിച്ച് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ചൂടാവുന്ന വരെ ഒരു 5 മിനിറ്റ്സ് വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ടിന്ന് സെറ്റാക്കാം. ആദ്യം കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ പേപ്പർ ടിന്ന് വെച്ച് ഒന്ന് അളന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇനി എടുത്ത് ടിന്നിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ അതിൻ്റെ മേലെ ഓയിൽ ഗ്രീസ് ചെയ്യാം. ഇനി കുറച്ച് മൈദ എടുത്തിട്ട് അകത്ത് ഫുള്ള് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഓയിലും മൈദയും വെച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ബാറ്റർ ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ കുറച്ച് തൈര് 1 ടീസ്പൂൺ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടൈംസ് ഒന്ന് ടിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ട്രാപ്പ് ചെയ്ത ബബിൾസ് ഒക്കെ പുറത്ത് വന്നോളൂ. ഇനി പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമുക്കൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ടിന്ന് ഇറക്കി വെക്കാം. ഇനി ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെയിറ്റ് ഇടാതെ മൂടി വെക്കാം. പിന്നെ ഒരു 25 മിനിറ്റ്സ് തീ സിമ്മറിലാക്കി വെക്കാം. കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആയോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് ഒന്ന് കേക്കിലേക്ക് കുത്തി നോക്കിയാൽ മതി. ബാറ്റർ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ബേക്ക് ആയി എന്നാണ്. ചൂടാറിക്കഴിഞ്ഞാലാണ് ഡീമോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് കേക്ക് ഈസി ആയിട്ട് വിട്ട് വരുള്ളൂ. എനിക്ക് പിന്നെ ക്ഷമ തീരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ചൂടാറാനൊന്നും നിന്നില്ല. ഞാൻ ഡീമോൾഡ് ചെയ്തു, അങ്ങനെ തന്നെ കട്ടും ചെയ്തു. ഇതിൻ്റെ ടോട്ടൽ പ്രിപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു 35 മിനിറ്റ്സ് ഒക്കെ എന്തായാലും വരുള്ളൂ. 5 മിനിറ്റ്സ് ബാറ്റർ പ്രിപ്പയർ ചെയ്യാനും ബാക്കി 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനും, മാക്സിമം പോയ ഒരു 40 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രേവിങ്സ് വരികയാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കേക്കാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇനി ഇതുപോലെ തട്ടിക്കൂട്ട് കുക്കിംഗ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.